കല്യാണത്തിന് മുൻപേ മദ്യപാനിയായിരുന്നു. വാക്കുപാലിക്കാൻ 8 മാസം കുടിക്കാതെയിരുന്നു. ഒരു ബിയറിൽ വീണ്ടും തുടങ്ങി. അതോടെയാണ് എല്ലാം മാറി മറിഞ്ഞത്. ഭർത്താവിനെ കുറിച്ച് സുമ ജയറാം. കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുമ ജയറാം. ഭർത്താവിന്റെ മദ്യപാനവും ബന്ധുക്കളുടെ അനാവശ്യ ഇടപെടലുകളും ഒക്കെയായി കുറേയേറെ സംഭവങ്ങളുണ്ട്. ഭർത്താവിന്റെ പൈസ വെച്ച് ഞാൻ ദൂർത്തടിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. അങ്ങനെ അല്ല കാര്യങ്ങൾ. അനാവശ്യമായ ആരോപണങ്ങളുമായി വരരുത്. വിവാഹശേഷം അത്ര നല്ല അനുഭവങ്ങളായിരുന്നില്ല. ഇപ്പോഴും അത് തുടരുകയാണ്. ഭർത്താവിന്റെ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയും വൈറലായിരുന്നു. മദ്യപാനിയുടെ കൂടെ ജീവിക്കുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. പൈസ വേണം ജീവിക്കാൻ, എന്നാൽ സമാധാനമാണ് ജീവിതത്തിൽ വേണ്ടതെന്ന് സുമ ജയറാം പറയുന്നു. കല്യാണത്തിന് ശേഷമാണ് ഭർത്താവ് മദ്യപാനിയായതെന്ന തരത്തിൽ പറയുന്നത് കേട്ടിരുന്നു. അത് തെറ്റാണ്. കല്യാണത്തിന് മുൻപ് അദ്ദേഹം ചെറിയ രീതിയിൽ മദ്യപിക്കുമായിരുന്നു. കല്യാണശേഷം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കോവിഡ് സമയത്താണ് വീണ്ടും മദ്യപാനം തുടങ്ങിയതെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് സുമ ജയറാം പറയുന്നു. കല്യാണത്തിന് മുൻപേ തന്നെ അദ്ദേഹം മദ്യപാനിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 8 മാസം അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല. കല്യാണത്തിന് മുൻപ് എനിക്ക് തന്ന വാക്ക് പാലിച്ചതാണ് അത്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്കായിരുന്നു ആദ്യം പോയിരുന്നത്. മെഡിസിൻ മേടിക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോവുകയല്ലേ, ഒരു വൈനൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലേ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോഴേ ഞാൻ നെഞ്ചിൽ കൈവച്ചു. വൈൻ എന്നാണ് പറഞ്ഞതെങ്കിലും മദ്യപാനികൾ അതൊരു ലൈസൻസ് ആയി എടുക്കും. അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഈ നിമിഷം വരെ പുള്ളി അത് നിർത്തിയിട്ടില്ല. എനിക്ക് അത് നിർത്തിക്കാനും പറ്റിയില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അദ്ദേഹവും കുടി നിർത്തി നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാനും മക്കളും സ്ഥലത്തില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സഹോദരിമാരൊക്കെ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് അദ്ദേഹത്തോട് മോശം പറഞ്ഞിരുന്നു. മദർ ഇൻ ലോയുടെ ഫ്രണ്ട്സും വിളിച്ച് ഉപദേശം കൊടുക്കാറുണ്ട്. മോൻ പൈസ ശേഖരിച്ചു വെക്കണം, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ കുടുംബജീവിതമുണ്ട്. എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന പൈസ എനിക്കും മക്കൾക്കും ഉള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും. ഭാര്യ എന്ന ലെവലിൽ ഞാൻ ചോദിക്കുമ്പോൾ നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയുന്ന ഭർത്താവാണ് എന്റെ കൂടെയുള്ളത് എന്നും സുമ ജയറാം പറയുന്നു.